സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും മുഖ്യമന്ത്രിയുടെ ആശ്വാസ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നമ്മളുടെ സംസ്ഥാനത്തെ 62 ലക്ഷം പേർക്ക് ആശ്വാസം നൽകുന്ന ആ വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. നമുക്ക് 5 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരുന്നു. അതായത് 8000 രൂപയോളം വരും. ഈ 1600 രൂപ വീതമാണ് നൽകുന്നത് എങ്കിൽ ഈ 8000 രൂപ നൽകുന്നതിനെ പറ്റിയുള്ള ഏറ്റവും നിർണായക അറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പങ്കുവച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത് 2 ഗഡുക്കളാണ്. അതിനുശേഷം പിന്നീടായിരിക്കും നമുക്ക് ബാക്കി ശേഷിക്കുന്ന 3 ഗഡുക്കൾ നടത്തുക, 3 ഗഡുക്കളുടെ വിതരണം നടത്തുക. അതായത് കുടിശ്ശിക ആനുകൂല്യങ്ങളുടെ നിവാരണം എന്ന രീതിയിൽ തന്നെ കുടിശ്ശികയെല്ലാം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ കൃത്യമായിട്ട് പദ്ധതികൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുകയാണ്. 1700 കോടി രൂപയാണ് 2 മാസത്തെ പെൻഷന് വേണ്ടി നിലവിൽ ഇപ്പോൾ ചിലവഴിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളതിൽ 2 മാസത്തെ ഗഡുക്കളായിരിക്കും ഒരുമിച്ച് ലഭിക്കുക, അല്ലെങ്കിൽ അത് പ്രത്യേകമായിട്ട് ലഭിക്കുകയും ചെയ്യും. അതായത് 2 പ്രാവശ്യമായിട്ട് പെൻഷൻ്റെ കൂടിയോ അല്ലെങ്കിൽ പെൻഷൻ സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളുടെയും അവസാനമാണ്. അപ്പോൾ അതിൻ്റെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്തൊക്കെ ആയിരിക്കും ഈ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുക. 1700 കോടി രൂപയാണ് ഈ വർഷത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് 2 ഗഡുക്കളുടെ കുടിശ്ശിക നൽകി തീർക്കുന്നതിന് വേണ്ടി. പിന്നീട് 3 ഗഡുക്കൾ കൂടി കുടിശ്ശികയായിട്ടുണ്ടാവും. ഇത് നൽകുന്നത് 2025-26 സാമ്പത്തിക വർഷത്തിലായിരിക്കും. അതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ 4250 കോടിയോളം രൂപയാണ് 5 മാസത്തെ പെൻഷന് വേണ്ടി സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഈ പെൻഷൻ തുക കൃത്യമായിട്ട് അർഹതപ്പെട്ട എല്ലാവരുടെയും കൈകളിലേക്ക് ലഭ്യമാകുമെന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ ആനുകൂല്യം ലഭിക്കുന്നത് ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അടുത്ത 1 മാസം കൂടി സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് മാസം 24-ന് മുൻപ് നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കുടിശ്ശിക പെൻഷൻ ഈ വർഷം ലഭിക്കുന്നത് 2 ഗഡുക്കളാണ്. അതുകൂടാതെ എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന അതാത് മാസങ്ങളിലെ പെൻഷൻ തുകയും നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. നമുക്ക് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയുടെ 1 ഗഡുവോ അല്ലെങ്കിൽ 2 ഗഡുക്കൾ ഒരുമിച്ചോ, അതായത് 3200 രൂപ വരെ ഒരുമിച്ചൊക്കെ ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് സർക്കാർ തീരുമാനിക്കുന്ന പ്രകാരമാണ്. ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നിർണായക തീരുമാനങ്ങൾ വരണം. സർക്കാരിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജോ, അപ്പോൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് ലഭിക്കുന്ന പശ്ചാത്തലങ്ങളിൽ അത് വേഗത്തിൽ നൽകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കുടിശ്ശികയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡിൽ കുറച്ച് മാസങ്ങളിലെ പെൻഷനൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കുടിശ്ശികയെല്ലാം തന്നെ നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിൻ്റെ സെസ്സൊക്കെ പിരിക്കാനുള്ളത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.